ഹായ് ഓൾ ഡാലിയ കളക്ഷൻസിന്റെ എല്ലാ കസ്റ്റമേഴ്സിനും വ്യൂവേഴ്സിനും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ അഞ്ജു. ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് സാരീസിന്റെ ഒരു ഓഫർ വീഡിയോ ആണ് കേട്ടോ. നമ്മൾ ഇടയ്ക്കിടയ്ക്ക് എല്ലാം ഇങ്ങനെ ചെയ്യാറുണ്ട്, ഓഫർ വീഡിയോസ് ചെയ്യാറുണ്ട്. അപ്പോൾ ഇന്ന് നമ്മൾ ഒരു ഓഫർ വീഡിയോ ആണ് കാണാൻ പോകുന്നത്. നമുക്ക് വീഡിയോയിലേക്ക് പോകാം. നമ്മുടെ ഫസ്റ്റ് സാരി കളർ ഷെയ്ഡ് വരുന്നത് നല്ല ഭംഗിയുള്ള ഒരു മാംഗോ യെല്ലോ ഷെയ്ഡ് ആണ് വരുന്നത് കേട്ടോ. ബോർഡർലെസ് ആയിട്ടാണ് സാരി വരുന്നത്. ഒരു സെമി സോഫ്റ്റ് സിൽക്ക് സാരി നമുക്ക് ഓരോ പാർട്ടി വെയർ ആയിട്ടൊക്കെ നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന സാരിയാണ്. സാരിയുടെ ബോഡിയിൽ കംപ്ലീറ്റ് ആയിട്ട് ഇതുപോലെ കോപ്പറിന്റെ ഒരു ജെറിയുടെ വീവിംഗ് ആണ് പോകുന്നത് കേട്ടോ. ഇത് കണ്ടോ, ഈ ഒരു പാറ്റേണിൽ കംപ്ലീറ്റ് ബോഡിയിൽ സാരിയുടെ ഇതുപോലെ ഒരു വീവിംഗ് ആണ് പോകുന്നത്. നല്ല ഭംഗിയുള്ള ഒരു കളർ ഷെയ്ഡുമാണ് വരുന്നത്. കൊടുക്കാൻ അത്രയും കംഫർട്ടബിൾ ആയിട്ടുള്ള ഒരു മെറ്റീരിയലും കൂടിയാണ് കേട്ടോ. ഇതാണ് മുന്താണി വരുന്നത്. മുന്താണി ആണെങ്കിലും സിമ്പിൾ ആയിട്ടാണ് വരുന്നത്. സ്ട്രൈപ്സിന്റെ ഒക്കെ ഒരു പാറ്റേൺ ആണ് മുന്താണിയിൽ പോകുന്നത്. ഇതാണ് ബ്ലൗസ് പീസ് വരുന്നത്. ബ്ലൗസ് പീസ് പ്ലെയിൻ ആയിട്ടുമാണ് വരുന്നത് കേട്ടോ. ഈ സാരിയുടെ പ്രൈസ് വരുന്നത് 1160 ആണ്. നമ്മൾ നേരത്തെ ചെയ്യാറുള്ളത് പോലെ പ്രൈസ് എല്ലാത്തിൻ്റെയും പറഞ്ഞു പോകുന്നില്ല, പെട്ടെന്ന് പറഞ്ഞു പോകുന്നതേ ഉള്ളൂ. ഓഫർ പ്രൈസും ആക്ച്വൽ പ്രൈസും നമുക്ക് സ്ക്രീനിൽ തന്നെ ഉണ്ടാവും കേട്ടോ. അപ്പോൾ നമുക്ക് ആ ഓഫർ പ്രൈസ് പേയ്മെന്റ് ചെയ്താൽ മതി. അതുപോലെ തന്നെ ഇതിനകത്ത് കൂടുതൽ പീസസ് ഒന്നും അവൈലബിൾ ആയിട്ട് ഉണ്ടാവില്ല. ചിലപ്പോൾ 1-2 പീസസ് ഒക്കെ ആയിരിക്കും എല്ലാ ഷെയ്ഡിൻ്റെയൊക്കെ ഉണ്ടാവുള്ളൂ. അപ്പോൾ അതുകൊണ്ട് പെട്ടെന്ന് തന്നെ സോൾഡ് ഔട്ട് ആകാൻ സാധ്യതയുണ്ട്. പിന്നെ നിങ്ങൾ റീസ്റ്റോക്ക് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ബുദ്ധിമുട്ടായിരിക്കും. അതുപോലെ തന്നെ ഓഫർ വീഡിയോ ആയതുകൊണ്ട് തന്നെ നമുക്ക് റിട്ടേൺ ഓപ്ഷൻ ഒന്നും അവൈലബിൾ ആയിരിക്കില്ല കേട്ടോ. ഡാമേജ് ഒന്നിനും ഇല്ല, അതുകൊണ്ട് റിട്ടേൺ ഓപ്ഷനും അവൈലബിൾ ആയിരിക്കില്ല കേട്ടോ. അപ്പോൾ നമുക്ക് വേഗം ഐറ്റംസ് നോക്കാം. നെക്സ്റ്റ് സാരി വരുന്ന ഒരു ലിനൻ സാരിയാണ് കേട്ടോ. ഇതാണ് സാരിയുടെ ആ ഒരു പ്രിന്റുകൾ വരുന്ന സാരിയുടെ ബോഡിയിൽ നല്ല ഭംഗിയുള്ള ഒരു ലൈറ്റ് ഷെയ്ഡും ആണ് വരുന്നത്. ഒരു എന്താ പറയുക, ഒരു മോർ ഷെയ്ഡിന്റെ ഒരു സിൽവർ ഷെയ്ഡിന്റെ ആണ് ബ്ലെൻഡഡ് ആയിട്ടുള്ള ഒരു ബോർഡർ ആണ് വരുന്നത് കേട്ടോ. ഇതാണ് സാരിയുടെ ബോഡിയിൽ വരുന്ന ആ ഒരു പ്രിന്റുകൾ ഇതുപോലെയാണ്. മുന്താണി വരുന്നത് ഇതുപോലെ നല്ല ഭംഗിയായിട്ട് നമുക്ക് ഈ ക്ലൈമറ്റിലൊക്കെ നല്ല ഭംഗിയായിട്ട് ഉപയോഗിക്കാൻ പറ്റുന്ന സാരിയാണ്. ടാസൽസ് അറ്റാച്ച്ഡ് ആണ്. ബ്ലൗസ് പീസ് പ്ലെയിൻ ആയിട്ട് തന്നെയാണ് വരുന്നത് കേട്ടോ. പ്രൈസ് ഉണ്ടാവും. നമുക്ക് അടുത്ത് നോക്കാം. പിന്നെ പ്രൈസിന്റെ കാര്യം പറഞ്ഞപ്പോഴാണ് 500 രൂപയ്ക്ക് മേലുള്ള പർച്ചേസിന് ഫ്രീ ഷിപ്പിംഗ് ആയിരിക്കും കേട്ടോ. ഓഫർ വീഡിയോ ആയതുകൊണ്ട് ഷിപ്പിംഗ് ഫ്രീ ആയിരിക്കും. 500 രൂപയ്ക്ക് മേലുള്ള പർച്ചേസിന് കേരളത്തിനുള്ളിൽ ഫ്രീ ഷിപ്പിംഗ് ആയിരിക്കും കേട്ടോ. നമുക്ക് അടുത്ത് നോക്കാം. നെക്സ്റ്റ് സെമി സിൽക്ക് ആണ് മെറ്റീരിയൽ വരുന്നത്. ഇതുപോലെ നമുക്ക് ഡെയിലി വെയർ ആയിട്ടൊക്കെ ഉപയോഗിക്കാൻ പറ്റുന്നതാണ് കേട്ടോ. നല്ല ഭംഗിയുള്ള ഒരു പിങ്ക് ചെറിയുടെയും ഒരു എന്താ പറയുക പീക്കോക്ക് ബ്ലൂ എല്ലാം കൂടി ബ്ലെൻഡഡ് ആയിട്ട് വരുന്ന ഒരു കളറാണ് ഇതിനകത്ത് വരുന്നത്. ഇതാണ് മുന്താണി വരുന്നത്. നല്ല ഭംഗിയായിട്ടുള്ള ഒരു വീവിംഗ് ആണ് ഇതിനകത്തും വരുന്നത് കേട്ടോ. ഇത് ത്രെഡ് ആണ് കേട്ടോ പോകുന്നത്. ഇതൊരു വീവിംഗ് വരുന്ന ത്രെഡിന്റെ ആണ് കേട്ടോ. ടാസൽസ് അറ്റാച്ച്ഡ് ആണ്. ബ്ലൗസ് പീസ് പ്ലെയിൻ ആയിട്ടാണ് വരുന്നത്. ഒരു ചെറിയ ബോർഡറും കൂടെ നമുക്ക് സ്ലീവിൽ കൊടുക്കാൻ പറ്റും കേട്ടോ. ഇതുപോലെ നമുക്ക് അടുത്ത കളർ ഷെയ്ഡ് നോക്കാം. നമ്മൾ തൊട്ട് മുമ്പ് കണ്ട ആ സെയിം സാരിയുടെ തന്നെ കളർ ചേഞ്ച് ആണ് വരുന്നത്. നല്ല ഭംഗിയുള്ള ഒരു മെറൂൺ ഷെയ്ഡ് ആണ് വരുന്നത്. സെയിം ആ ഒരു പാറ്റേൺ എല്ലാം സെയിം തന്നെയാണ് വരുന്നത് കേട്ടോ. മുന്താണി വരുന്നത് ഇതുപോലെ നല്ല ഭംഗിയായിട്ട് ടാസൽസ് അറ്റാച്ച് ചെയ്തിട്ടുണ്ട്. വിത്ത് ബോർഡറോട് കൂടിയിട്ടാണ് ബ്ലൗസ് പീസ് വരുന്നത് ഇതുപോലെ. നമുക്ക് അടുത്ത കളർ ഷെയ്ഡ് നോക്കാം. നെക്സ്റ്റ് കളർ ഷെയ്ഡ് വരുന്നത് നല്ലൊരു പേസ്റ്റൽ ഗ്രീൻ ഷെയ്ഡാണ്. ഫംഗ്ഷൻ വെയർ ആയിട്ടൊക്കെ നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന സാരിയാണ്. ബോഡി പ്ലെയിൻ ആയിട്ടാണ് വരുന്നത്. ബോർഡർ വരുമ്പോൾ ഒരു കോപ്പറിന്റെ ചെറിയുടെ വീവിംഗ് ആണ് ബോർഡർ വരുന്നത്. ഓപ്പോസിറ്റ് സൈഡ് ബോർഡർ കുഞ്ഞൊരു സിമ്പിൾ ആയിട്ടുള്ള ബോർഡർ ആണ് വരുന്നത് കേട്ടോ. മുന്താണി അത്യാവശ്യം ഹെവി ആയിട്ട് ഇതുപോലെയാണ് മുന്താണി വരുന്നത്. ബ്ലൗസ് പീസും അറ്റാച്ച്ഡ് ആണ്. വിത്ത് ബോർഡറോട് കൂടിയിട്ടാണ് ബ്ലൗസ് പീസ് വരുന്നത് ഇതുപോലെ. ബോഡി പ്ലെയിൻ ആയിട്ട്. നമുക്ക് അടുത്തത് നോക്കാം. നെക്സ്റ്റ് സാരി വരുന്നത് കളർ ഷെയ്ഡ് വരുന്നത് ഒരു കോൺട്രാസ്റ്റ് ഷെയ്ഡ് ആണ് വരുന്നത്. ഒരു പിങ്കിന്റെയും ഒരു ടീൽ ബ്ലൂ കളറിന്റെയും കോമ്പിനേഷൻ ആണ് വരുന്നത് കേട്ടോ. ഇതിനകത്ത് ഒരു പിങ്ക് ജെറിയാണ് ഇതിനകത്ത് പോയിരിക്കുന്നത്. നമുക്ക് നല്ല അടിപൊളിയായിട്ട് ഒരു പാർട്ടി വെയർ ആയിട്ടൊക്കെ ഉപയോഗിക്കാൻ പറ്റുന്ന സെറ്റാണ് ഇതുപോലെ കേട്ടോ. ബോർഡർലെസ് ആയിട്ടാണ് വരുന്നത്. മുന്താണി ഇതുപോലെ വളരെ ഹെവി ആയിട്ട് തന്നെ വരുന്നു. പിങ്ക് ജെറിയാണ് ആ ഒരു വീവിംഗ് പോയിരിക്കുന്നത്. ടാസൽസ് അറ്റാച്ച്ഡ് ആണ്. ബ്ലൗസ് പീസും അവൈലബിൾ ആണ്. ബ്ലൗസ് പീസ് പ്ലെയിൻ ആയിട്ട് തന്നെയാണ് വരുന്നത് കേട്ടോ. നമുക്ക് അടുത്തത് നോക്കാം. നെക്സ്റ്റ് ഷെയ്ഡ് വരുന്നത് നല്ല ഭംഗിയുള്ള ഒരു പേർപ്പിൾ ഷെയ്ഡാണ് വരുന്നത്. നല്ല ഭംഗിയായിട്ടുള്ള നല്ല ഹെവി ആയിട്ട് തന്നെ വരുന്ന ആ ഒരു കോപ്പറിന്റെ ജെറി വീവിംഗ് ആണ് വരുന്നത്. ബോർഡർലെസ് ആയിട്ടാണ് സാരി വരുന്നത്. നമുക്ക് നല്ല അടിപൊളിയായിട്ട് ഒരു പാർട്ടി വെയർ ആയിട്ടും ഫംഗ്ഷൻ വെയർ ആയിട്ടൊക്കെ ഉപയോഗിക്കാൻ പറ്റുന്ന സാരിയാണ് കേട്ടോ. മുന്താണി വരുന്നത് ഇതാണ് മുന്താണി വരുന്നത്. ബ്ലൗസ് പീസും അറ്റാച്ച്ഡ് ആണ്. ബ്ലൗസ് പീസും ആ ഒരു ബ്രോക്കേഡ് ബ്ലൗസിന്റെ അതേ ഫീൽ തരുന്ന ബ്ലൗസ് തന്നെയാണ് വരുന്നത് ഇതുപോലെ. നമുക്ക് അടുത്തത് നോക്കാം. നെക്സ്റ്റ് ഷെയ്ഡ് വരുന്നത് നമ്മൾ തൊട്ട് മുമ്പ് കണ്ട സാരിയുടെ തന്നെ കളർ ചേഞ്ച് ആണ് വരുന്നത്. നല്ലൊരു ആഷ് കളറാണ് വരുന്നത് കേട്ടോ. ലൈറ്റ് ഷെയ്ഡ് ഇഷ്ടമുള്ളവർക്ക് നല്ലൊരു ഓപ്ഷൻ ആണ് ഇതുപോലെ. ബാക്കി ഫീച്ചേഴ്സ് എല്ലാം സെയിം തന്നെയാണ് കേട്ടോ. മുന്താണി വരുന്നത് ഇതുപോലെ. ബ്ലൗസ് പീസ് അറ്റാച്ച്ഡ് ആണ്. ബ്ലൗസ് പീസ് ഇതുപോലെയാണ് വരുന്നത്. നമുക്ക് അടുത്തത് നോക്കാം. നെക്സ്റ്റ് സാരി വരുന്നത് ഇതുപോലെയാണ് കേട്ടോ. അതൊരു ഗഡ്വാൾ കോട്ടൺ ആണ് വരുന്നത് ഇതുപോലെ. അപ്പോൾ നല്ല അടിപൊളിയായിട്ടൊരു ഡെയിലി വെയർ പെട്ടെന്ന് കൊടുത്തിട്ട് പോകാനൊക്കെ നല്ല ഒരു സാരിയാണ് കേട്ടോ. നല്ല ഭംഗിയായിട്ടുള്ള ഒരു ബോർഡർ ഒക്കെ വരുന്നുണ്ട്. പ്രിന്റുകൾ വരുന്നത് ഇതുപോലെ. ബ്ലാക്ക് ആണ് ബേസ് കളർ. ബ്ലാക്കിൽ ഒരു ഡാർക്ക് ഒരു ചാർക്കോൾ ഷെയ്ഡില്ലേ അതാണ് വരുന്നത് കേട്ടോ. മുന്താണി വരുന്നത് ഇതുപോലെ. ബ്ലൗസ് പീസ് അറ്റാച്ച്ഡ് ആണ്. വിത്ത് ബോർഡറോട് കൂടിയിട്ട് പ്ലെയിൻ ആയിട്ടാണ് ബ്ലൗസ് പീസ് വരുന്നത്. നമുക്ക് അടുത്തത് നോക്കാം. നെക്സ്റ്റ് സാരി വരുന്നത് ഇതുപോലെയാണ്. ഇതിനകത്ത് ഇങ്ങനെ സെൽഫായിട്ട് തന്നെ ഉള്ള ഒരു എംബ്രോയിഡറി വർക്ക് വരുന്നുണ്ട്. ഇതുണ്ട് ഇതുപോലെ സെൽഫായിട്ടുള്ള വരുന്നുണ്ട്. പിന്നെ ഇതുപോലെ ഒരു ഡാർക്ക്
ഗ്രേ ഷെയ്ഡിൽ ഇതുപോലെ നല്ല ഭംഗിയായിട്ടുള്ള ഒരു ബോർഡർ കൊടുക്കുന്നുണ്ട് കേട്ടോ. ഈ ബോർഡർ ഇങ്ങനെ നമുക്ക് ഇവിടെ മുതലേ ഉള്ളൂ കേട്ടോ. നമുക്ക് ഈ ഫ്രണ്ടിലേക്ക് പ്ലീറ്റ്സ് വരുന്ന ഒരു ഭാഗം മുതലാണ് ബോർഡർ സ്റ്റാർട്ട് ചെയ്യുന്നത്. രണ്ട് സൈഡിലും ഇവിടെ ഈ ചെസ്റ്റിന്റെ ഏരിയയിൽ ഇതുപോലെ നല്ല ഭംഗിയായിട്ട് ഈ ഒരു പാറ്റേൺ ഇങ്ങനെയാണ് ആ ഒരു ഷേപ്പിൽ നമുക്ക് ഇത് കിട്ടുന്നുണ്ട്. പിന്നെ ഇതുപോലെ വന്നിട്ട് എൻഡ് ഭാഗം വരെ ഇതുപോലെ ഈ ഒരു വൺ സൈഡ് ബോർഡർ ഇതുപോലെ എൻഡിൽ വരെ വരുന്നു. അതിന്റെ ഓപ്പോസിറ്റ് സൈഡിൽ അതിന്റെ ആ ഒരു പാറ്റേൺ വരുന്നത് ഇതുപോലെയാണ് കേട്ടോ. നമ്മൾ നേരത്തെ ചെയ്തിട്ടുള്ളതാണ് ഈ ഒരു പാറ്റേൺ. ഇതുപോലെ ഇത്രയും തിക്ക് ആയിട്ടാണ് മുന്താണിയിൽ വരുന്ന ആ ഒരു ഫ്ലവറിന്റെ പാറ്റേൺ കൊടുക്കുന്നത്. ബ്ലൗസ് പീസ് അറ്റാച്ച്ഡ് ആണ്. ബ്ലൗസ് പീസ് വരുന്ന ഒരു ഡാർക്ക് ഗ്രേ ഷെയ്ഡിനകത്ത് ഇതുപോലെ ഭംഗിയുള്ള ഒരു ബോർഡറോട് കൂടിയിട്ടാണ് ബ്ലൗസ് പീസ് കൊടുത്തേക്കുന്നത്. ഇതുപോലെ ആ ഒരു ഗ്രേ ഷെയ്ഡിന്റെ ബോഡിയിലാണെങ്കിലും സെൽഫ് ആയിട്ടുള്ള കുറച്ച് ബുട്ടാസ് ഒക്കെ വരുന്നുണ്ട് കേട്ടോ. നമുക്ക് അടുത്ത സാരി നോക്കാം. നെക്സ്റ്റ് സാരി വരുന്നത് കോട്ടൺ സിൽക്ക് ആണ് മെറ്റീരിയൽ വരുന്നത്. നല്ല ഭംഗിയായിട്ട് നമുക്കൊരു ഡെയിലി വെയറായിട്ട് വാഷ് ചെയ്തൊക്കെ ഉപയോഗിക്കാൻ പറ്റുന്ന സാരിയാണ്. നല്ല അടിപൊളിയായിട്ടൊരു കോമ്പിനേഷനുമാണ് വരുന്നത് കേട്ടോ. ഇതുപോലെയാണ് സാരിയുടെ ആ ഒരു ബോഡിയിലാണെങ്കിലും ഒരു ബ്ലാക്ക് കളറിന്റെ ഒരു മെറൂൺ ഷെയ്ഡിന്റെ പ്രിന്റുകൾ പോകുന്നുണ്ട്. ബോർഡറിലും വരുന്നുണ്ട് ഇതുപോലെ. നല്ലൊരു മെഹന്തി ഷെയ്ഡാണ് ബോർഡർ വരുന്നത്. ആ ഒരു സെയിം ഷെയ്ഡ് തന്നെയാണ് ഇതുപോലെ മുന്താണിയും കൊടുക്കുന്നത് കേട്ടോ. ബ്ലൗസ് പീസ് അറ്റാച്ച്ഡ് ആണ്. ബ്ലൗസ് പീസ് വരുന്നത് ഇതുപോലെയാണ്. നമുക്ക് അടുത്ത കളർ ഷെയ്ഡ് നോക്കാം. നെക്സ്റ്റ് വരുന്നതും ആ ഒരു കോട്ടൺ സിൽക്ക് മെറ്റീരിയൽ തന്നെയാണ് വരുന്നത്. ഇതുപോലെ ഒരു ചോക്ലേറ്റ് ഷെയ്ഡിന്റെ ഒരു ഗ്രേസ് ബ്ലൂ കളറിന്റെ കോമ്പിനേഷൻ ആണ്. അതിനകത്ത് പ്രിന്റുകൾ വരുന്നുണ്ട് ഇതുപോലെ. മുന്താണി വരുന്നത് ഇതുപോലെ. ടാസിൽസ് അറ്റാച്ച്ഡ് ആണ്. ബ്ലൗസ് പീസും അവൈലബിൾ ആണ്. ഇതാണ് ബ്ലൗസ് പീസ് വരുന്നത്. നമുക്ക് അടുത്തത് നോക്കാം. നെക്സ്റ്റ് സാരി വരുന്നത് ഇതാണ് കേട്ടോ. ഒരു പ്ലെയിൻ സാരിയാണ് വരുന്നത്. ഡബിൾ ഷെയ്ഡഡ് ആയിട്ടാണ് വരുന്നത് ഇതുപോലെ. അതിനകത്ത് എംബ്രോയിഡറി വർക്കോ കാര്യങ്ങളോ ഒന്നും വരുന്നില്ല. ഇതുപോലെയാണ് വരുന്നത് കേട്ടോ. മുന്താണി വരുന്നത് ബ്ലാക്ക് ഷെയ്ഡിൽ തന്നെ ഇതുപോലെ. ഫുൾ സാരി ഇതുപോലെ പ്ലെയിൻ ആയിട്ട് തന്നെയാണ് വരുന്നത്. നമുക്ക് അടുത്തത് നോക്കാം. നെക്സ്റ്റ് വരുന്ന ഒരു പ്ലെയിൻ സാരി തന്നെയാണ്. നല്ല ഭംഗിയുള്ള ഒരു ഡാർക്ക് ഗ്രീൻ ഷെയ്ഡാണ് വരുന്നത്. സാറ്റിൻ ആണ് ആ ഒരു ഫാബ്രിക് വരുന്നത്. സാറ്റിൻ ആണ് കേട്ടോ. ഇതിന്റെ ഇവിടെ മാത്രം ഇതുപോലെ രണ്ട് കളറിൽ ടാസിൽസ് കൊടുത്തിട്ടുണ്ട്. ഒരു റെഡിന്റെയും ഒരു ഗ്രീൻ കളറിന്റെയും കോമ്പിനേഷൻ ആണ്. ആ ബ്ലൗസ് പീസ് വരുന്നത് സെപ്പറേറ്റ് ബ്ലൗസ് പീസ് ആണ് വരുന്നത്. കോൺട്രാസ്റ്റ് ആയിട്ടാണ് വരുന്നത്. ഇതിനകത്ത് ആ ഒരു പ്രിന്റുകൾ വരുന്നത് ആ ഒരു റെഡ് ആൻഡ് ഗ്രീൻ കോമ്പിനേഷനിലാണ്. അതുകൊണ്ട് തന്നെ അതിനകത്ത് ടാസിൽസ് കൊടുത്തേക്കുന്നത് അതുപോലെ തന്നെയാണ് കേട്ടോ. ഇതാണ് ബ്ലൗസ് പീസ് വരുന്നത്. നല്ല അടിപൊളിയായിട്ട് നമുക്ക് കോൺട്രാസ്റ്റ് ആയിട്ട് നല്ല വെയർ ചെയ്യാൻ പറ്റുന്ന ആ ഒരു സാരി ബ്ലൗസ് പീസ് വരുന്നത് ഇങ്ങനെ. നമുക്ക് ഇതിന്റെ വേറെ ഷെയ്ഡ് നോക്കാം. തൊട്ട് മുമ്പ് കണ്ട സാരിയുടെ കളർ ചേഞ്ച് ആണ് വരുന്നത്. നല്ല ഭംഗിയുള്ള ഒരു മെറൂൺ ഷെയ്ഡ് ആണ് വരുന്നത്. ഇതിനകത്തും ആ ഒരു ടാസിൽ കൊടുത്തിരിക്കുന്ന ബ്ലൂ ആൻഡ് ഒരു മെറൂൺ കളർ ഷെയ്ഡിന്റെ ആണ് വരുന്നത്. കാരണം ബ്ലൗസ് പീസ് വരുന്നത് ഇതാണ്. നല്ല സ്റ്റൈലിഷ് ആയിട്ട് നമുക്ക് വെയർ ചെയ്യാൻ പറ്റുന്നതാണ്. ഇതാണ് നല്ല പ്രിന്റുകളോട് കൂടിയിട്ടുള്ള ബ്ലൗസ് പീസ് ആണ് വരുന്നത് ഇതുപോലെ. നമുക്ക് അടുത്ത സാരി നോക്കാം. നെക്സ്റ്റ് ഷെയ്ഡ് വരുന്നത് നല്ലൊരു ഡസ്റ്റി ഷെയ്ഡാണ് വരുന്നത്. നമുക്ക് സെമി സിൽക്കാണ് ഫാബ്രിക്. ഡെയിലി വെയർ ആയിട്ട് വാഷ് ചെയ്തൊക്കെ ഉപയോഗിക്കാൻ പറ്റുന്ന മെറ്റീരിയൽ ആണ് കേട്ടോ. സാരിയുടെ ആക്ച്വലി ബോഡി ഇതുപോലെ പ്ലെയിൻ ആയിട്ട് തന്നെയാണ് വരുന്നത്. ബോർഡർ കൊടുക്കുന്നത് ഒരു ബ്ലെൻഡഡ് ഷെയ്ഡാണ്. ഒരു ആഷിന്റെയും ഒരു ഡസ്റ്റി ഷെയ്ഡിനെയും ബ്ലെൻഡഡ് ആയിട്ടാണ് ബോർഡർ വരുന്നത്. ഈ ഒരു ഏരിയ മുതലാണ് അതിന്റെ വർക്ക് സ്റ്റാർട്ട് ചെയ്യുന്നത്. നല്ല ഭംഗിയുള്ള ഒരു ആഷ് കളറിന്റെ തന്നെ ഒരു ലീഫിന്റെ ഒക്കെ ഒരു പാറ്റേണിൽ നല്ല അടിപൊളിയായിട്ടുള്ള ഒരു എംബ്രോയിഡറി വർക്കാണ് ഇതിൽ വരുന്നത് കേട്ടോ. അതിങ്ങനെ എൻഡ് വരെ മുന്താണിയിൽ ഇവിടം വരെ വരുന്നുണ്ട്. ഇതാണ് മുന്താണി വരുന്നത്. ബ്ലൗസ് പീസ് അറ്റാച്ച്ഡ് ആണ്. ബ്ലൗസ് പീസ് ആ ഒരു ആഷ് കളറിൽ കോൺട്രാസ്റ്റ് ആയിട്ടാണ് ബ്ലൗസ് പീസ് കൊടുത്തേക്കുന്നത്. നമുക്ക് നെക്സ്റ്റ് ഷെയ്ഡ് നോക്കാം. നെക്സ്റ്റ് വരുന്ന ഒരു ഗ്രേ ഷെയ്ഡാണ്. നമ്മൾ തൊട്ട് മുമ്പ് കണ്ട സെയിം പാറ്റേൺ തന്നെ വരുന്നു. ബോർഡർ കൊടുക്കുന്നത് ആഷ് കളറിൽ തന്നെയാണ് കേട്ടോ. ഇതുപോലെ സെയിം ഫാബ്രിക് സെയിം മെറ്റീരിയൽ ആ ഒരു വർക്ക് തന്നെയാണ് ഇതിനകത്തും വരുന്നത്. ഇതാണ് മുന്താണി വരുന്നത്. ബ്ലൗസ് പീസ് വരുന്നതും ആഷ് കളറിൽ തന്നെ ഇതുപോലെ. നമുക്ക് അടുത്തത് നോക്കാം. നെക്സ്റ്റ് കളർ ഷെയ്ഡ് വരുന്നത് ലോട്ടസ് പിങ്ക് ഷെയ്ഡാണ് വരുന്നത്. നമ്മൾ നേരത്തെ കണ്ടതിൽ ഡിഫറെന്റ് ആയിട്ടുള്ള ഒരു ഡിസൈൻ പാറ്റേൺ ഡിഫറെന്റ് ആയിട്ടാണ് വരുന്നത്. ഒരു ബ്ലാക്കിന്റെ ആണ് കോമ്പിനേഷൻ വരുന്നത് ഇതുപോലെ. ബാക്കി ബോഡി ഷെയ്ഡ് ബോഡി ഭാഗം ഇതുപോലെ പ്ലെയിൻ ആയിട്ട് തന്നെയാണ് വരുന്നത് കേട്ടോ. ഇതാണ് മുന്താണി വരുന്നത്. ഒരു ലൈൻസ് എൻഡ് ഭാഗത്ത് വരുന്നുണ്ട്. ബ്ലൗസ് പീസ് അറ്റാച്ച്ഡ് ആണ്. ഇതിനകത്ത് ബ്ലാക്ക് ആണ് ബ്ലൗസ് പീസ് കൊടുത്തേക്കുന്നത് കേട്ടോ. നമുക്ക് അടുത്തത് നോക്കാം. നെക്സ്റ്റ് വരുന്ന നല്ലൊരു ബർഗണ്ടി ഷെയ്ഡാണ്. നല്ല സിമ്പിൾ ആയിട്ടുള്ള സാരിയാണ്. പക്ഷെ നല്ല അടിപൊളിയായിട്ട് നമുക്ക് വെയർ ചെയ്യാൻ പറ്റുന്ന സാരിയാണ് കേട്ടോ. സെമി സിൽക്കാണ് ഫാബ്രിക് വരുന്നത്. ഇതുപോലെ ബോഡി പ്ലെയിൻ ആയിട്ട് വന്നിട്ട് ബോർഡർ ഒരു ടോപ്പ് ബോർഡർ ഇതുപോലെ ചെറിയൊരു ബോർഡർ ആണ് വരുന്നത്. കോപ്പറിന്റെ ജെറി വീവിംഗ് ആണ് വരുന്നത്. ഓപ്പോസിറ്റ് ബോർഡർ ഇത് കണ്ടോ. ഇത്രയും ഹെവി ആയിട്ടുള്ളത് എല്ലാം നമ്മൾ വീഡിയോ ചെയ്തിട്ടുള്ള സാരി തന്നെയാണ്. പല പ്രാവശ്യം നമ്മൾ റീസ്റ്റോക്ക് ഒക്കെ ചെയ്ത സാരി തന്നെയാണ്. ഇത്രയും ഹെവി ആയിട്ടുള്ള ആ ഒരു ബോർഡർ വരുന്നു. നമുക്ക് നല്ല ഭംഗിയായിട്ട് നമുക്ക് വെയർ ചെയ്യാൻ പറ്റുന്ന സാരിയാണ് കേട്ടോ. ഇതാണ് മുന്താണി വരുന്നത്. സിമ്പിൾ ആയിട്ട് തന്നെയാണ് മുന്താണിയും വരുന്നത്. ചെറിയ ലൈൻസ് മാത്രമേ പോകുന്നുള്ളൂ. ബ്ലൗസ് പീസ് റണ്ണിങ് ആയിട്ട് തന്നെയാണ് വരുന്നത് കേട്ടോ. നമുക്ക് അടുത്ത കളർ ഷെയ്ഡ് നോക്കാം. നെക്സ്റ്റ് വരുന്നത് സെമി സിൽക്കാണ് ഫാബ്രിക്. ഒരു ബേജ് കളറാണ് വരുന്നത്. അതിനകത്ത് ജെറി വർക്ക് പോകുന്നത് ഒരു പിങ്ക് ജെറിയുടെ വീവിംഗ് ആണ് പോകുന്നത് കേട്ടോ. സെൽഫായിട്ടുള്ള പിങ്ക് ജെറിയുടെ ഒരു ബുട്ടാസ് ഇതുപോലെ ബോഡിയിൽ കംപ്ലീറ്റ് ആയിട്ട് വരുന്നുണ്ട്. ബോർഡർ ആണെങ്കിലും കുഞ്ഞ് സിമ്പിൾ ആയിട്ടുള്ള ബോർഡർ ആണ്. അത് പിങ്ക് ജെറിയിൽ തന്നെയാണ് വരുന്നത് കേട്ടോ. ഇതാണ് മുന്താണി വരുന്നത്. സിമ്പിൾ ആയിട്ട് തന്നെയാണ് മുന്താണി വരുന്നത്. ബ്ലൗസ് പീസ് അറ്റാച്ച്ഡ് ആണ്. വിത്ത് ബോർഡറോട് കൂടിയിട്ടാണ് വരുന്നത് കേട്ടോ.
ബ്ലൗസ് പീസിന്റെ ബോഡിയിലും ആ ഒരു ബുട്ടാസ് റണ്ണിങ് ആയിട്ട് തന്നെ വരുന്നു. നമുക്ക് അടുത്തത് നോക്കാം. തൊട്ട് മുമ്പ് കണ്ട സാരിയുടെ കളർ ചേഞ്ച് ആണ് വരുന്നത്, മെറൂൺ ഷെയ്ഡിൽ. ഇതുപോലെ ബാക്കി ഫീച്ചേഴ്സ് എല്ലാം സെയിം തന്നെയാണ് കേട്ടോ. നല്ല രസമാണ്, നമുക്കൊരു ചെറിയൊരു ഫംഗ്ഷനൊക്കെ പോകാനും പറ്റിയ സാരിയാണ്. മുന്താണി ഇതുപോലെ വരുന്നു, ബ്ലൗസ് പീസ് റണ്ണിങ് ആയിട്ട് തന്നെ വരുന്നു. നമുക്ക് അടുത്തത് നോക്കാം. നെക്സ്റ്റ് വരുന്നത് ഗ്രീൻ സിൽക്ക് ആണ് മെറ്റീരിയൽ വരുന്നത്. നമുക്ക് ഡെയിലി വെയർ ആയിട്ട് പറ്റുന്നതാണ് കേട്ടോ. ഇതാണ് സാരിയുടെ ബോഡി വരുന്നത്. നല്ല ഭംഗിയുള്ള പ്രിന്റുകളോട് കൂടിയിട്ടാണ് വരുന്നത്. ഇതുപോലെ മുന്താണി ഇതുപോലെ വരുന്നു, നല്ല ഭംഗിയായിട്ട് തന്നെ ടാസൽസ് അറ്റാച്ച് ചെയ്തിട്ടുണ്ട്. ബോർഡറിന്റെ ആ ഒരു സെയിം പാറ്റേണിൽ തന്നെയാണ് ബ്ലൗസ് പീസും കൊടുക്കുന്നത് കേട്ടോ. നമുക്ക് അടുത്തത് നോക്കാം. നെക്സ്റ്റ് വരുന്നത് ടിഷ്യൂ സാരിയാണ്. നല്ല അടിപൊളിയായിട്ടുള്ള സാരിയാണ്. കളർ ഷെയ്ഡ് വരുന്നത് നല്ലൊരു മജന്ത ഷെയ്ഡാണ് വരുന്നത് കേട്ടോ. അതിനകത്ത് കംപ്ലീറ്റ് ആയിട്ട് നിങ്ങൾക്ക് അത്ര ക്ലിയർ ആയിരിക്കില്ല. അത് കണ്ടോ, ഒരു ആന്റി ഗോൾഡൻ ജെറിയുടെ വീവിങ് കംപ്ലീറ്റ് ആയിട്ടും സാരിയിൽ പോകുന്നുണ്ട്. ഒരു ഹെവി സാരി തന്നെയാണ്, നമുക്കൊരു ഫംഗ്ഷൻ വെയറിനൊക്കെ പറ്റുന്ന സാരിയാണ്. കോൺട്രാസ്റ്റ് ആയിട്ടാണ്, കളർ ഷെയ്ഡിലാണ്, ഇതുപോലെ ഒരു കോപ്പർ ഷെയ്ഡിലാണ് അതിന്റെ മുന്താണി വരുന്നത്. സിമ്പിൾ ആയിട്ടുള്ള മുന്താണിയാണ് വരുന്നത്. ആ ഒരു സെയിം ഷെയ്ഡിൽ തന്നെ ബ്ലൗസ് പീസും വരുന്നു. ഇതുപോലെ നമുക്ക് അടുത്ത സാരി നോക്കാം. നെക്സ്റ്റ് വരുന്നത് നല്ലൊരു സെമി സിൽക്ക് ആണ് സാരി വരുന്നത്. നല്ലൊരു ഗ്രേ ആണ് വരുന്നത് കേട്ടോ. ഇതുപോലെ അതിനകത്ത് ഒരു ചിക്കു ഷെയ്ഡിന്റെ ത്രെഡിന്റെ വീവിംഗ് ആണ് പോകുന്നത്. ഈ ഒരു പാറ്റേണിൽ ബോഡിയിൽ കംപ്ലീറ്റ് ആയിട്ടും ഇതുപോലെ വരുന്നുണ്ട് കേട്ടോ. സ്കാറ്റേർഡ് ആയിട്ട് ബോർഡർലെസ് ആയിട്ടാണ് സാരി വരുന്നത്. മുന്താണി വരുന്നത് കുറച്ചുകൂടെ വലിയ ഒരു വീവിംഗ് ആണ്, ആ ഒരു പാറ്റേൺ ആണ് മുന്താണിയിൽ വരുന്നത്. ടാസൽസ് അറ്റാച്ച്ഡ് ആണ്. ബ്ലൗസ് പീസ് അവൈലബിൾ ആണ്. വിത്ത് ബോർഡറോട് കൂടിയിട്ടാണ് ബ്ലൗസ് പീസ് വരുന്നത് കേട്ടോ. നമുക്ക് അടുത്തത് നോക്കാം. നെക്സ്റ്റ് സാരി വരുന്നത് സെമി സിൽക്ക് ആണ് ഫാബ്രിക് വരുന്നത്. ഒരു സീ ബ്ലൂ ആണ് വരുന്നത് കേട്ടോ. അതിനകത്ത് ഒരു വൈറ്റ് കളറിന്റെ പ്രിന്റുകളാണ് വരുന്നത്. നല്ല രസമുള്ള സാരി, ഒരു നല്ല ഭംഗിയുള്ള ഒരു കളർ ഷെയ്ഡും ആണ് വരുന്നത് കേട്ടോ. ബോർഡർലെസ് ആയിട്ടാണ് സാരി വരുന്നത്. ഇതാണ് സാരിയുടെ ബോഡി വരുന്നത്. മുന്താണി വരുന്നത് ഇതുപോലെ നല്ല ഭംഗിയായിട്ട് ടാസൽസ് അറ്റാച്ച് ചെയ്തിട്ടുണ്ട്. ബ്ലൗസ് പീസ് പ്ലെയിൻ ആയിട്ട് തന്നെയാണ് വരുന്നത് കേട്ടോ. നല്ല ഭംഗിയുള്ള കളർ ഷെയ്ഡ്, പ്ലെയിൻ ആയിട്ടല്ല, അതിനകത്തും വൈറ്റ് കളറിൽ ഇങ്ങനെ സ്കാറ്റേർഡ് ആയിട്ട് കുഞ്ഞു ഒരു പ്രിന്റുകൾ പോകുന്നുണ്ട്. നമുക്ക് അടുത്ത ഷെയ്ഡ് നോക്കാം. തൊട്ട് മുമ്പ് കണ്ട സാരിയുടെ കളർ ചേഞ്ച് ആണ് വരുന്നത്. നല്ലൊരു ചിക്കു ആണ് വരുന്നത് കേട്ടോ. പ്രിന്റുകൾ വരുന്നത് ഇതുപോലെ വൈറ്റ് കളറിൽ ഇതുപോലെ വരുന്നു. മുന്താണി വരുന്നത് ഇതുപോലെ ടാസൽസ് അറ്റാച്ച്ഡ് ആണ്. ബ്ലൗസ് പീസ് വരുന്നത് പ്ലെയിൻ ആയിട്ട് തന്നെ അല്ല, ഇതുപോലെ അതിനകത്ത് പ്രിന്റുകൾ വരുന്നുണ്ട് കേട്ടോ. ഇതുപോലെ വൈറ്റ് കളറിൽ. നമുക്ക് അടുത്ത കളർ ഷെയ്ഡ് നോക്കാം. നെക്സ്റ്റ് കളർ ഷെയ്ഡ് വരുന്നത് നല്ലൊരു പേസ്റ്റൽ ഗ്രീൻ ആണ് വരുന്നത്. സെയിം ഫീച്ചേഴ്സ് തന്നെ ഇതിനകത്തും വരുന്നു കേട്ടോ. കളർ ചേഞ്ച് മാത്രമേ വരുന്നുള്ളൂ. നല്ല ഭംഗിയുള്ള ഒരു വൈറ്റ് കളറിന്റെ പ്രിന്റുകളാണ് വരുന്നത്. ഇതുപോലെ മുന്താണി ഇതുപോലെയാണ് വരുന്നത്. ടാസൽസ് അറ്റാച്ച്ഡ് ആണ്. ബ്ലൗസ് പീസിലും ഇതുപോലെ സ്കാറ്റേർഡ് ആയിട്ട് ചെറിയ പ്രിന്റുകൾ കൊടുക്കുന്നുണ്ട് കേട്ടോ. നമുക്ക് അടുത്ത നെക്സ്റ്റ് സാരി നോക്കാം. നെക്സ്റ്റ് വരുന്ന ഒരു സെമി സോഫ്റ്റ് സിൽക്ക് സാരി തന്നെയാണ്. നമുക്കൊരു പാർട്ടി വെയർ ആയിട്ടൊക്കെ ഉപയോഗിക്കാൻ പറ്റുന്ന സാരിയാണ് കേട്ടോ. ഇതിനകത്ത് നേവി ബ്ലൂ ആണ് കളർ ഷെയ്ഡ് വരുന്നത്. ബോഡിയിൽ ഇതുപോലെ നല്ല ഭംഗിയുള്ള ഒരു കോപ്പറിന്റെ ചെറിയ വീവിംഗ് ആണ് പോകുന്നത്. നല്ല ഭംഗിയുള്ള ഒരു പാറ്റേൺ കേട്ടോ. നല്ലൊരു ഫ്ലവറിന്റെ ഒരു പാറ്റേൺ ആണ് കൊടുക്കുന്നത്. ബോർഡർ വരുന്നുണ്ട് ഇതുപോലെ. കോൺട്രാസ്റ്റ് ഷെയ്ഡ് ആണ് വരുന്നത്. മുന്താണി ഒരു ബേജ് കളറാണ് വരുന്നത്. അതിനകത്തും ആ ഒരു കോപ്പറിന്റെ ചെറിയ വീവിംഗ് പോകുന്നുണ്ട് കേട്ടോ. ബ്ലൗസ് പീസ് അറ്റാച്ച്ഡ് ആണ്. ബ്ലൗസ് പീസും വിത്ത് ബോർഡറോട് കൂടിയിട്ട് തന്നെയാണ് വരുന്നത്. ഇതുപോലെ നമുക്ക് അടുത്ത കളർ നോക്കാം. നെക്സ്റ്റ് സാരി വരുന്നത് ബോഡി ഷെയ്ഡ് വരുന്നത് നല്ല പീക്കോ ഗ്രീൻ ആണ് വരുന്നത് കേട്ടോ. നല്ല അടിപൊളിയായിട്ടുള്ള ഒരു പാറ്റേൺ. ഇതിനകത്തും ആ ഒരു കോപ്പറിന്റെ ചെറിയ വീവിംഗ് ആണ് വരുന്നത്. നല്ല രസമുള്ള ബോർഡർ ഒക്കെ ആയിട്ട് ഇതുപോലെ വരുന്നു. മുന്താണി വരുമ്പോൾ ലോട്ടസ് പിങ്ക് ആണ് കോൺട്രാസ്റ്റ് കളർ ആയിട്ട് വരുന്നത്. മുന്താണി നല്ല ഭംഗിയുള്ള വീവിംഗ് ഇതിനകത്തും വരുന്നുണ്ട് കേട്ടോ. ടാസൽസ് അറ്റാച്ച്ഡ് ആണ്. ബ്ലൗസ് പീസ് വരുന്നത് ആ ഒരു പിങ്ക് ഷെയ്ഡിൽ തന്നെ വിത്ത് ബോർഡറോട് കൂടിയിട്ടാണ് ബ്ലൗസ് പീസ് വരുന്നത്. നമുക്ക് അടുത്തത് നോക്കാം. നെക്സ്റ്റ് സാരി വരുന്നത് നല്ല നേവി ബ്ലൂ ആണ് വരുന്നത്. അതിനകത്ത് നല്ല ഭംഗിയുള്ള കോപ്പറിന്റെ ഒരു ജെറിയുടെ വീവിംഗ് ആണ് വരുന്നത്. അത് ഈ ഒരു നല്ല പറയാ ഒരു ആലിലയുടെ ഒക്കെ ഷേപ്പിൽ നല്ല രസമുള്ള ഒരു പാറ്റേൺ ആണ് വരുന്നത് കേട്ടോ. അല്ലാതെ തന്നെ ബോഡിയിൽ ഇതുപോലെ കംപ്ലീറ്റ് ആയിട്ടും ഇതുപോലെ ഒരു സ്ട്രൈപ്സിന്റെ ആ ഒരു ചെറിയ വെച്ചിട്ട് തന്നെ ഒരു സ്ട്രൈപ്സിന്റെ ഒരു പാറ്റേൺ സാരിയിൽ ഇങ്ങനെ വരുന്നുണ്ട്. കംപ്ലീറ്റ് ബോഡിയിലും പോകുന്നുണ്ട് കേട്ടോ. ബോർഡർലെസ് ആയിട്ടാണ് സാരി വരുന്നത്. മുന്താണി വരുന്നത് ഇതുപോലെ. മുന്താണിയിലും കുറച്ച് ഹെവി ആയിട്ടുള്ള ആ ഒരു വീവിംഗ് വരുന്നുണ്ട് ഇതുപോലെ. ടാസൽസ് അറ്റാച്ച്ഡ് ആണ്. ബ്ലൗസ് പീസ് റണ്ണിങ് ആയിട്ട് തന്നെയാണ് വരുന്നത് ഇതുപോലെ. ഇതാണ് നമ്മുടെ ലാസ്റ്റ് സാരി വരുന്നത്. നമ്മുടെ ഇന്നത്തെ സാരി കളക്ഷൻസ് എല്ലാം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു. പർച്ചേസ് ചെയ്യാൻ ആഗ്രഹിക്കുന്നവരും സ്ക്രീനിൽ കാണുന്ന നമ്പറിലേക്ക് സ്ക്രീൻഷോട്ട് എടുത്ത് വാട്സപ്പ് ചെയ്താൽ മതി കേട്ടോ. നിങ്ങളുടെ എല്ലാവരുടെയും സപ്പോർട്ടിന് ഒരുപാട് നന്ദിയുണ്ട്. ഡാലിയ കളക്ഷൻസിന്റെ മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. ബൈ ബൈ.